അതെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരെ സ്റ്റാൻഡിലോട്ട് ചെന്നപ്പോൾ തന്നെ നമുക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. കിംസാറ്റിൽ നിന്നൊരു ഡിസ്ചാർജ് എടുക്കാൻ പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ കിംസാറ്റിലോട്ട് വിട്ടു. കിംസാറ്റിലോട്ട് പോയപ്പോൾ കാണാൻ എൻ്റെ മുമ്പേ ഒരാൾ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കാണാൻ സരുണ്. പിന്നെ ഞാനും ഒന്നും നോക്കിയില്ല, അവൻ്റെ പിറകെ അങ്ങ് പോയി. നമ്മൾ എന്നോട് ആടിപ്പാടി നേരെ അങ്ങ് കിംസാറ്റിലോട്ട് ചെന്നു. കിംസാറ്റിൽ ചെന്നിട്ട് അവിടെ കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കാനായിട്ടുള്ള പോക്കായിരുന്നു. അങ്ങനെ ഞാൻ എത്തുന്നതിന് മുമ്പേ അവനെ വിളിച്ച് ചോദിച്ചു, ഇനി നമ്മൾ രണ്ടും ഒരു പേഷ്യൻറ്റിനാണ് എടുക്കാൻ പോകണമെന്ന് അറിയത്തില്ലല്ലോ. അവൻ്റെ വിളിച്ച് ചോദിച്ചു, അളിയാ നീ ആരെ എടുക്കാൻ പോകണമെന്നൊക്കെ ഞാൻ കാര്യമായിട്ട് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ അവൻ്റെ പിറകെ വിട്ടത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാർഡിലെ നമ്പരൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സെക്യൂരിറ്റി അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് ഇന്ന സ്ഥലത്തുനിന്ന് ആണ് പേഷ്യൻ്റെ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന്. പിന്നെ ശ്രീനന്ദ് വന്നു. ശ്രീനന്ദിനോട് കാര്യം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ കാണാം കണ്ടൻറ് ക്രിയേറ്റർ ഗൂഗിൾ. അങ്ങനെ പിന്നെ അവൻ്റെ അടുത്ത് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ പേഷ്യൻറ്റിനെ കൊണ്ട് ഇറക്കിയിട്ട് നേരെ കടയ്ക്കലോട്ട് വന്നപ്പോൾ തന്നെ ആകാശ് വിളിച്ചു. ആകാശിന് വീട്ടിൽ നിന്ന് കാറും അവൻ്റെ ബാഗൊക്കെ ആയിട്ട് കാറും എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് സ്റ്റാൻഡ് ഇട്ട് ലോക്ക് ചെയ്തിട്ട് നേരെ നടന്ന് ഷെഡിൽ പോയി സ്കൂട്ടി എടുത്തിട്ട് നേരെ ആകാശിൻ്റെ വീട്ടിലോട്ട് പോയി. ആകാശിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവൻ്റെ ബാഗും മേടിച്ച് താഴെ വീട്ടിൽ പോയി കാറും എടുത്ത് നേരെ വെഞ്ഞാറമൂടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. കാറും എടുത്ത് നേരെ വെഞ്ഞാറമൂടിലോട്ട് തിരിച്ചു. അങ്ങനെ വെഞ്ഞാറമൂട്ടിലോട്ട് പോകുന്ന വഴിക്ക് അവനെ പുളിമാത്ത് വെച്ച് കിട്ടി. അപ്പോൾ അവൻ അവിടെ നിന്ന് ഒരു പേഷ്യൻറ്റിനായിട്ടാണ് വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ രണ്ടുപേരും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. അവൻ കാറും മേടിച്ച് അങ്ങോട്ടും പോയി. ഞാൻ ആ രോഗീനെയും കൊണ്ട് തിരിച്ച് കടയ്ക്കലോട്ടും വന്നു. കടയ്ക്കലല്ലായിരുന്നു അവരുടെ സ്ഥലം, അങ്ങ് കിഴക്കും ഭാഗത്തായിരുന്നു. അങ്ങനെ അവരെ നേരെ കിഴക്കും ഭാഗത്ത് കൊണ്ടാക്കാനായിട്ട് പോയി. അവിടെ കൊണ്ട് ചെന്ന് സേഫായിട്ട് പയ്യനെ ഇറക്കി കട്ടിലിൽ കൊണ്ടുവച്ച് കിടത്തിയിട്ട് നേരെ കടയ്ക്കലോട്ട് വന്നു. കടയ്ക്കൽ വന്ന് വണ്ടിയും കൊണ്ടിട്ട്